ഹലോ ഗായ്സ്, ഇന്നൊരു പീരീഡ്സ് ഡേ ആട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് പാപ്പൻ്റെ ഓഫീസിലേക്കാണ്. കാരണം എന്താ വെച്ചാൽ അറിയാമല്ലോ, പെയിൻഫുള്ളായിരിക്കും. സോ സ്വീറ്റ്സ് തിന്നാനും കാര്യങ്ങൾക്കൊക്കെ കൊതി വരും. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ എന്താ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായി. ബിരിയാണി കഴിക്കാനൊരു ക്രേവിങ്സ് വന്നിട്ടുണ്ടായി. സാധാരണ നമുക്ക് വയറിൻ്റെ അടുത്തിരിക്കുമ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കാൻ അങ്ങനെ അധികം പറ്റിയൊന്നുമില്ല. പക്ഷേ എന്നാലും കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം പാപ്പൻ പോയിട്ട് അത് മേടിച്ച് വന്നു. അപ്പോൾ അജിത്തേട്ടൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫ്ലെക്സ് ഒട്ടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. അവരുടെ വിൻഡോയിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എളംകുളത്ത് റോട്ടിൽ മറ്റേ എന്താണ് പറയുക, കനാലോ അങ്ങനെ എന്തൊക്കെയോ പറയും. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കൈസ് കാണാൻ. അങ്ങനെ ആ ജനലിൽ കൂടെ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ അജിത്തേട്ടൻ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറുണ്ടായിരുന്നു, അതും കഴിച്ച് ബിരിയാണിയും കഴിച്ചിട്ടോ. ബിരിയാണി ഞാൻ ഇടയ്ക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ബിരിയാണി കഴിച്ചത് ഞാൻ ASMR വീഡിയോ പോലെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ രാവിലെ ആട്ടോ പീരീഡ്സ് ആയത്. അപ്പോൾ നല്ല പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തണുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ഐസ്ക്രീമും കൊക്കക്കോളയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അജിത്തേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ ഓഫീസിലിരിക്കുകയായിരുന്നു. അപ്പോൾ അജിത്തേട്ടൻ അവിടുത്തെ അടുത്തുള്ള കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരാട്ടോ. അങ്ങനെ അത് കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ആ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പെയിൻ ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. നമ്മൾ ബിരിയാണി വാങ്ങിച്ചത് തൊട്ടടുത്തല്ല നമ്മുടെ ഭായിമാരുടെ കട, നമ്മൾ സ്ഥിരം പോകുന്ന കടയാണത്. ആ ഭായിമാരുടെ കടയിൽ പോയിട്ടാണ് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചത്. അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് ഗൈസ്. നേരത്തെ എന്ന് പറയുമ്പോൾ അവിടെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ 100 രൂപയ്ക്ക് നമുക്ക് ലാവിഷായിട്ട് കുറേ ബിരിയാണി കിട്ടും ഗൈസ്. പക്ഷേ ഇപ്പം അവർ വില കൂട്ടി 130 രൂപയായി ഗൈസ് ബിരിയാണി. എന്നാലും ഞങ്ങൾ പോയി കഴിക്കും, നല്ല ടേസ്റ്റാണ്. അജിത്തേട്ടനാണെങ്കിൽ തൊട്ടപ്പുറത്തിരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ അച്ചാറൊക്കെ പൊളിച്ചിടുന്നതേ ഉള്ളൂ. അച്ചാറുണ്ട്, സാലഡുണ്ട്, കൂടെ പപ്പടവും മുട്ടയൊന്നുമില്ല കേട്ടോ. പക്ഷേ ക്വാണ്ടിറ്റി ഒരുപാട്, 2 പേർക്കൊക്കെ വിശപ്പ് മാറാനുള്ള ക്വാണ്ടിറ്റി നമുക്ക് ആ ബിരിയാണിയിലുണ്ട് കേട്ടോ. അജിത്തേട്ടൻ കഴിക്കുന്നത് മറ്റേ ചെമ്മീൻ കറിയില്ലേ, തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറിയും പിന്നെ കക്കയിറച്ചി ആട്ടോ കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മുടെ സീ ഫുഡ് ഉണ്ടാവും. അച്ഛന് സീ ഫുഡ് നിർബന്ധമാണ്. സീ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ടിട്ട് എല്ലാ ദിവസവും മീനിൻ്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പം ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ടായി, കക്കയിറച്ചി വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അതാട്ടോ കഴിക്കുന്നത്. അപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ആ കഴിക്കുന്ന നേരത്ത് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളൊരു ഇത് കൊണ്ടിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് അജിത്തേട്ടനും കൊടുത്തു. പിന്നെ ഗൈസ് നിങ്ങൾക്കും ഞാൻ കുറച്ച് തരുന്നുണ്ട് കേട്ടോ. ഗായ്സ് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങാനൊന്നും വയ്യ ഗായ്സ്, നല്ല പെയിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മൾക്ക് ഇവിടെ ആയിട്ട് ചിൽപ്പിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്നെ കൊണ്ടുപോകുന്നറിയത്തില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം ഗായ്സ്. അങ്ങനെ നമ്മൾ പുറത്തെത്തി. കുറേ വണ്ടികളുണ്ട്, വണ്ടികൾ കുറേ പോകുന്നുണ്ട് ഗായ്സ്. അണ്ണൻ്റെ കട തുറന്നിട്ടില്ല. അണ്ണൻ്റെ കട തുറന്നായിരുന്നെങ്കിൽ നമ്മൾ അവിടെ പോയി ചായ കുടിക്കുമായിരുന്നു കേട്ടോ. പാപ്പ 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 എനിക്കിടാനല്ലേ താത്ത ഇട്ടതാ.
പാവം ബേബിയാണ് ഗായ്സ്. എനിക്ക് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് തന്നോ. മുഖം തുടക്കിയാന്നും അല്ല ഗൈസ്, അവിടെ കൂടെ ഒരു പെണ്ണ് പോകുന്നുണ്ടായി. ആ പെണ്ണിനെ വായി നോക്കണേർന്നു ഗൈസ്. കണ്ട കണ്ട ഭയങ്കര വായി നോക്കിയാണ് ഗൈസ്. അറിയോ, ഞാൻ കൂടി ഉണ്ടെങ്കിലും ഭയങ്കര വായി നോട്ടോ. എന്നെ പോരാൻ തോന്നുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചും വായി നോക്കണം ഇല്ലേ? തിരിച്ചു മീൻസ് നമ്മൾ വേറെ ആരെങ്കിലും വായി നോക്കണം. അപ്പൊ ഗായ്സ് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവാൻ പോണേന് ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മേടിച്ചു തരുമെന്ന് അറിയത്തില്ല, നോക്കാട്ടോ. ഓ അങ്ങനെ നമ്മൾ ചിൽപ്പിൽസിലൊക്കെ നമുക്ക് ചിൽപ്പിൽസിന്ന് പാപ്പൻ 2 റോസ് മിൽക്ക് ഐസ്ക്രീം വാങ്ങി തന്നല്ലോ. പൊട്ടിച്ച ഐസ്ക്രീം കാണിക്ക് പാപ്പ. ഇത് ഒരു തവണ നമ്മൾ ട്രൈ ചെയ്തതാണ്, നല്ല ടേസ്റ്റ് ആണ്. വേറെ ഒരെണ്ണം കൂടെ മേടിച്ചു തരാൻ പറഞ്ഞപ്പോ മേടിച്ചു തന്നില്ല കാശ്. ഇനി മേടിച്ചു തരൂല പറഞ്ഞു. നമ്മൾ പോവാട്ടോ. ഒരു കുടുംബത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നത് എനിക്കറിയത്തുള്ളൂ. ഗായ്സ് മിനി ഇവിടെ ഇരിപ്പുണ്ട്. ആ ഓക്കെ, ഓഫറിനെല്ലാം മേടിച്ചോണ്ട് വരാം. ഞങ്ങൾ അരിപ്പൊടി വാങ്ങിക്കാൻ പോകുന്നു. അപ്പത്തേ നടന്നു പോണതാട്ടോ ചേച്ചിമാരുടെ പിള്ളേരൊക്കെ ഇട്ട് മുടി വെട്ടിക്കാൻ കൊണ്ടുപോകാട്ടോ. ഈ 2 ചേച്ചിമാരും എൻ്റെ ചേച്ചിമാരാണ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ മാത്രമായി. അവരൊക്കെ അങ്ങോട്ട് പോയിട്ടോ. അവിടെ മുടി വെട്ടാൻ വേണ്ടിട്ട് പോയതാണ്. അവിടെ മുടി വെട്ടുകട ഉണ്ട്. നമുക്ക് പുട്ടുപൊടി വാങ്ങിക്കാനുണ്ട്. പുട്ടുപൊടിയാണ് വാങ്ങിക്കാൻ പോകുന്നത്. നിറപ്പറ പുട്ടുപൊടി, അതല്ല ഇതല്ലേ നിറപ്പറ. സോ മെനി ടൈംസ്. ഇത് നമ്മൾ അരിപ്പൊടി ഉണ്ട്, കുമ്പട്ടിങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പാലടിച്ച് കുടിക്കാം. അരവട്ട